ആദ്യമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നത് ആപ്പിൾ ഐഫോൺ എക്സ് ആണ്. എന്തുകൊണ്ടാണ് ആപ്പിൾ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടില്ല. അത് ചിന്തിക്കേണ്ട സമയം ആയിരിക്കുന്നു. കാരണം അവർ അവരുടെ ക്വാളിറ്റിയിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഇപ്പോൾ സാംസങ്ങിനെ നോക്കുകയാണെങ്കിൽ അവരുടെ ഇതിനു മുമ്പത്തെ മോഡലായ S7 അവർക്ക് പിൻവലിക്കേണ്ടതായി വന്നു. അത് പൊട്ടിത്തെറിക്കുന്നുണ്ട് എന്നതിന്റെ കാരണത്തിലായിരുന്നു അത്. കൗണ്ടർ പോയിന്റ് നടത്തിയ ഗവേഷണത്തിൽ ഐഫോൺ എക്സിന് മാത്രമായി ഹാൻഡ് ഫോൺ വ്യവസായത്തിന്റെ ലാഭത്തിന്റെ 35% കൈയടക്കി വെച്ചിരിക്കുന്നത് ഐഫോൺ എക്സ് തന്നെയാണ്. ഇനി രണ്ടാം സ്ഥാനത്തുള്ളത് ഐഫോൺ 8 ആണ്. 2018 ആപ്പിൾ ശ്രേണിയിലെ ഏറ്റവും വില കുറഞ്ഞ പ്രോഫിറ്റബിൾ ആയ സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ഐഫോൺ 8നെ എല്ലാവരും കണക്കാക്കുന്നത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും ലാഭകരമായ സ്മാർട്ട് ഫോണുകളുടെ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തും ആപ്പിൾ 8 തന്നെയാണ്. ഐഫോൺ 8 തന്നെ തന്റെ സ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നത്. ഇനി മൂന്നാമതായി പറഞ്ഞു വരുമ്പോൾ അവിടെയും ആപ്പിൾ തന്നെയാണ്. ആപ്പിൾ ഐഫോൺ 8 പ്ലസ്. ഐഫോൺ 8 പ്ലസിനെ കമ്പനി അവതരിപ്പിച്ചിട്ടുള്ളത് ഐഫോൺ 8ലെ ഏറ്റവും വലിയ സ്ക്രീൻ വേരിയന്റുകളിലെ കൂട്ടത്തിലാണ്. ഏറ്റവും വലിയ സ്ക്രീൻ വേരിയന്റ് ഉള്ള ഫോണായിട്ടാണ് ഐഫോൺ 8 പ്ലസിനെ അവർ ഇറക്കിയിട്ടുള്ളത്. കൂടാതെ ലോകത്തിലെ മൂന്നാമത്തെ ലാഭകരമായ സ്മാർട്ട് ഫോൺ ആയിട്ടാണ് ആപ്പിൾ ഐഫോൺ 8 പ്ലസിനെ കണക്കാക്കുന്നത്. ഇനി അവസാനമായി നാലാം സ്ഥാനത്തുള്ളത് ഐഫോൺ 7 ആണ്. നാലാം സ്ഥാനത്ത് തുടരുന്ന ഈ ഫോണിന് 6.2% ടോട്ടൽ സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയുടെ ലാഭം ഉണ്ട്. കഫിറ്റീനോ ആസ്ഥാനമായുള്ള 2016 ടെക്നോളജിയിലെ ഭാഗമാണ് ഈ സ്മാർട്ട് ഫോൺ. ഇനി എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബ്രാൻഡായ ഷവോമി അതിന്റെ 5A റെഡ്മി 5A എന്ന വേരിയന്റ് ആണ് 5ാം സ്ഥാനത്തുള്ളത്. ഇനി നമുക്ക് ഷവോമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ MIക്ക് ഒരുപാട് ഫാൻസുകൾ വന്നിരിക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ കുറഞ്ഞ പ്രൈസിൽ കൂടുതൽ ഫീച്ചേഴ്സ് നൽകുന്ന ഇന്ന് ഇത്രയും നല്ലൊരു ഫോൺ ലഭിക്കാനില്ല എന്ന് തന്നെയാണ് ഈ കമ്പനിയുടെ ടാഗ് ലൈനും. നമുക്കറിയാം ഷവോമി ഈ ഇടയായി നല്ല നല്ല ഫീച്ചേഴ്സിലൂടെ ഉയർന്നു വന്ന കമ്പനിയാണ്. കുറഞ്ഞ വിലയിൽ കൂടുതൽ ഫീച്ചേഴ്സ് നൽകുക എന്നതാണ് ഈ കമ്പനി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ട്രാറ്റജി അനലിറ്റിക്സിന്റെ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലും ചൈനയിലും ഇത്രയും പ്രചാരം നേടിയ മറ്റൊരു സ്മാർട്ട് ഫോൺ കമ്പനി ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഇത് തന്നെയാണ് ഷവോമിയെ ഇന്ത്യയിലും ചൈനയിലും വേറിട്ട് നിർത്തുന്നതും. ഇനി ആപ്പിളിന്റെ മുഖ്യ എതിരാളികൾ എന്ന് പലരും വിശേഷിപ്പിക്കുന്ന ആ ടാഗ് ലൈനോടുകൂടി സ്വന്തം അഭിമാനമായി കണക്കാക്കുന്ന സാംസങ് കമ്പനിയാണ് 6ാം സ്ഥാനത്തുള്ളത്. സാംസങ് ഗാലക്സിയുടെ S9 പ്ലസ് ആണ് ഈ ശ്രേണിയിലെ 6ാമൻ. ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം സാംസങ് ആപ്പിളിൽ നിന്ന് എത്രയോ പിന്നിലാണ് എന്നുള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ചുരുങ്ങിയ വിലയ്ക്ക് എങ്ങനെ ആപ്പിൾ ഫോൺ സ്വന്തമാക്കാമെന്നുള്ള ഒരു ട്രിക്ക് കൂടി പറഞ്ഞു തരാം. എല്ലാവർക്കും റീഫർബിഷ്ഡ് പ്രോഡക്റ്റുകൾ എന്താണെന്ന് അറിയാമല്ലോ. ആപ്പിൾ സ്റ്റോറിൽ റീഫർബിഷ്ഡ് പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ അവരുടെ ആപ്പിൾ സ്റ്റോർ ക്ലിയർ ചെയ്യുമ്പോൾ അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നതായ ഒരു ഭാഗമുണ്ട്. ഇത് ആപ്പിൾ സ്റ്റോറിന്റെ താഴത്തെ ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവർ ഷോപ്പ് ക്ലിയറൻസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ റീഫർബിഷ്ഡ് പ്രോഡക്റ്റുകൾ അവിടെ വിൽക്കുന്നുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പകുതി വിലയൊക്കെയുള്ളൂ പല പ്രോഡക്റ്റുകളിലും ഇവർ ഈടാക്കുന്നത്. കൂടാതെ 1 ഇയർ വാറന്റിയും ഇവർ നൽകുന്നു. കൂടാതെ ഫ്രീ ഷിപ്പിംഗും ഈ പ്രോഡക്റ്റിന് അവർ നൽകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.